അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചായക്കുന്ന കടി നമ്മൾ വെച്ചിനെ മന്തി ഉണ്ടല്ലോ, ഒരു തുള്ളി ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമ്മൾ മിന്നുട്ടിക്ക് മന്തി ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, രാവിലെ തന്നെ ആയതുകൊണ്ട് ഓക്ക് വലിയ തൃപ്പതി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഓക്ക് നമ്മൾ അപ്പം ചൂടാന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ചൂടാക്കി എടുക്കുക. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ തുറന്നു. അപ്പോൾ ഞാനെന്നും നമ്മൾ കിടക്കാൻ പോണ നേരത്ത് ഞാൻ ഗ്യാസ് അടി ഓഫാക്കിയിട്ടാണ് പോവുക കേട്ടോ. കാരണം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അടുപ്പും വീതിനൊക്കെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഗ്യാസൊക്കെ തുറന്നിട്ട് പോയാൽ ഭയങ്കര അപകടമൊക്കെ ഈ കാരം. അപ്പോൾ പിന്നെ അതുണ്ടാകാൻ നിൽക്കണ്ട വിചാരിച്ചിട്ട് നമ്മൾ വേഗം നമ്മൾ ഗ്യാസിൻ്റെ അടിയൊക്കെ പൂട്ടിയിട്ടാണ് പോയി കിടക്കൽ കേട്ടോ. അങ്ങനെ നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ അരി പൊടിച്ചൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചണം. അപ്പോൾ ഒരു തുള്ളി മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ പൊടി. മിന്നുട്ടിക്ക് മാത്രം. കുറേ അപ്പം ചുട്ട് വെച്ചാൽ ചിലപ്പോൾ അതൊക്കെ ബാക്കി കയറാം. പിന്നെ ഞാൻ ആ വെച്ച വെള്ളത്തിൻ്റെ തുള്ളി വെള്ളം എടുത്തേക്കണം കേട്ടോ അതിക്ക് പാരാൻ. അപ്പോൾ നല്ല ചൂടൊന്നുമില്ല, ഇളം ചൂടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെച്ചിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി എടുത്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് വെള്ളം ഇന്ന് മുക്കിയോണ്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അതിക്ക് തന്നെ പച്ചവെള്ളം പിന്നെയും പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. ഇനി തിളക്കട്ടെ. ഇനി അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പം മിക്സിയിലൊന്നും ഇടണില്ല കേട്ടോ, തുള്ളിയല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അപ്പം ചൂടുന്നത് നമ്മൾ അടുപ്പത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെണ്ണൂറൊക്കെ വാരുന്നുണ്ട്. വെണ്ണൂറ് വാരാതെ ഉണ്ടല്ലോ തിജൂട്ടി കഴിഞ്ഞാൽ തിജ് കത്തന്നല്ല, ഭയങ്കര ഗതികേടാണ് കേട്ടോ തിജാണ്ട് കത്തിപ്പിടിച്ച് കിട്ടാൻ. അപ്പോൾ അങ്ങനെ നമ്മളെന്താട്ടും ആ അടുപ്പിൽ നിന്നാണ് വാരിയിട്ട് ഈ അടുപ്പ് കണ്ടിട്ട് കൊടുക്കും. പിന്നെ ഈ അടുപ്പ് എന്ന് അറിയുമ്പോൾ പിന്നെ ഒന്നായിട്ടാണ് വാരലാണ് കേട്ടോ. അപ്പോൾ ഓരോ മടിയാണ് ചില നേരത്തെ. അപ്പോൾ ഈ വാരിന് തന്നെ ഒരു പാത്രത്തിൽ കിട്ടാൽ പിന്നെ മറ്റേ അടുപ്പ് നിറഞ്ഞ് ഇതാവുമൊന്നുമില്ല. അപ്പോൾ വേറെ ഒരു പാത്രത്തിൽ കിടാൻ ഭയങ്കര മടിയാണ്. പിന്നെ അതൊക്കെ പാടം കെട്ടായിട്ട് ഒന്നിച്ചാണ്ട് വാരിയിടലാണ്. പിന്നെ നമ്മൾ ഓലക്കൊടിയും ഒരു പേപ്പറും ഒക്കെ ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ നമ്മൾ ആ കൊള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറുതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തേക്കണം കേട്ടോ. എന്നാൽ വേഗം കത്തി പൊടിച്ചു നമ്മളെ തിജ്ജൊക്കെ. അപ്പോൾ നമ്മൾ തിജ്ജൊന്ന് കത്തിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ അതാ തിജ്ജൊക്കെ കത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അങ്ങനെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ ചായൻ്റെ വെള്ളം ഇതായിക്കണം കേട്ടോ. ചായൻ്റെ വെള്ളത്തിന് വെച്ച വെള്ളം തിളച്ചിക്കണ്. അതിക്ക് നമ്മൾ പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനൊരു തുള്ളി പൊടി ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഇവിടെ കുറേ ചായപ്പൊടി ഉണ്ടായാൽ വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കുറച്ചേ ഇടുള്ളൂ, എന്നാൽ തന്നെ ഉണ്ടാവും ചായപ്പൊടി ചായയിൽ. പിന്നെ നമ്മളെ ചട്ടിയിലൊക്കെ എണ്ണ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ ഉള്ളൂ, മിന്നുട്ടിക്ക് മാത്രം ചുടണുള്ളൂ കേട്ടോ. മറ്റവർക്കൊക്കെ മന്തി തന്നെ മതിയാവും. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ തുള്ളി ഉപ്പിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ല ചൂടായിക്കണേ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ഇതാക്കണേ നമ്മൾ പാരുന്നുണ്ട്. ചീയപ്പാണ് കേട്ടോ. നമ്മൾ പൊടിച്ച പൊടി കൊണ്ട് ചീയപ്പാണ് ചൂടുന്നത്. ഒരു നുള്ള അരിയൊന്നും വെള്ളത്തിലിട്ട് കണ്ട് മിക്സിയിലിട്ട് അരക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വേഗം ഒരു തുള്ളി പൊടി എടുത്ത് കണ്ടാണ്ട് ഇതാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ ചട്ടിക്കൊന്നൊരു പിരാന്താണ് കേട്ടോ. ചട്ടി അപ്പം കുത്തിയിട്ട് തന്നെ പോരുന്നില്ല, ഭയങ്കര ഗതികേടായിന് കേട്ടോ എടുക്കാൻ. അപ്പോൾ നടുവൊക്കെ ഒന്ന് കീറിയിക്കണേ. എങ്ങനെ ചട്ടിയിൽ നിന്ന് എടുക്കാൻ കിട്ടി നോക്കിയിട്ട് എനിക്ക് ഇട്ടുതന്നെയല്ല കേട്ടോ. ആ നടുങ്ങനെ കീറിയിട്ടാണത്, എന്താ അറിയില്ല, തിജ്ജേറിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ ചുട്ടെടുത്തേക്കണ്. ഇനി നല്ലോണം പിന്നെ ഒന്നുകൂടി
നമ്മൾ എണ്ണ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അപ്പവും പാരാണ്. അപ്പോൾ ഇതിന് ഞാൻ തിരിച്ചൊക്കെ ഒന്ന് കുറച്ചു കേട്ടോ, എന്നിട്ടൊന്ന് പാരാന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാമത്തതും നമ്മൾ ഒന്ന് പാർന്നിക്കണ്. അങ്ങനെ അതവിടെ കടന്ന് വേകട്ടെ. പിന്നെ ഞാൻ ഇച്ചിരി തുള്ളി ചായൻ്റെ വെള്ളം ഞാൻ എടുത്തേക്കണുണ്ട് കേട്ടോ കുടിച്ചാൻ. ഒന്ന് ചൂടാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പം ഒന്ന് പോയി നോക്കാം. അപ്പം നല്ല ഉസാറായിട്ട് വന്നിക്കണേ. അപ്പം ആദ്യം നമ്മൾ അപ്പത്തിൻ്റെ ഒരു പിരാന്തുണ്ടെങ്കിലും രണ്ടാമത്തെ വട്ടം ചുട്ടപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയിട്ടോ. ആദ്യം നമ്മളെ ചട്ടി നമ്മളോടൊരു പിരാന്ത് കാട്ടി, പിന്നെ ശരിയായിട്ടോ. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിക്കണേ. പിന്നെ നമ്മൾ ചോറ്റിൻ്റെ വെള്ളം വെക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ചോറൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ കടന്ന് ചൂടാകട്ടെ. പിന്നെ അപ്പം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചട്ടിയിൽ ഞാൻ എണ്ണ തേച്ചേക്കൂട്ടോ. അപ്പം കിട്ടൂല എന്നൊക്കെ പറയും, അതൊക്കെ വെറുതെയാണ്. എന്താ എണ്ണ വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ എന്നും തേച്ചേക്കണം. ഇപ്പം തന്നെ കണ്ടില്ലേ, കിട്ടാത്ത മാതിരി ചിലപ്പോൾ ഓരോ പിരാന്താണ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തേക്കണേ. അപ്പോൾ മിന്നുട്ടിക്ക് അപ്പവും പഞ്ചാരയും ഇട്ട് കൊടുത്തേക്കണ്. സനുവിന് പിന്നെ ചോറ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചോറ്റിനെല്ലാം തണിയും തീമിട്ടേക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ, സനുവിന് തുള്ളി ചോറ് വിളമ്പി കൊടുക്കാൻ കേട്ടോ. അവനതായാൽ മതി. മിന്നുട്ടിക്ക് പറ്റായൊന്നുമില്ല, പക്ഷേങ്കിൽ നേരം വെളുക്കുമ്പോൾ തന്നെ ആകുമ്പോൾ ഭയങ്കര ഏറിയക്കാരം അങ്ങനെ നൊടിഞ്ഞു കൊടുക്കും. മദ്രസക്ക് പോകുമല്ലേ. പിന്നെ ഓർക്ക് സ്കൂളിൽ കൊണ്ടാകാൻ ഞാൻ മുട്ട വച്ചിരിക്കണം കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് ചെറുതൊന്ന് വലുതാകണ്ട വിചാരിച്ചിട്ട് നടുക്കൊന്ന് കത്രിക വെച്ചിട്ട് അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞാൽ രണ്ടാളും ഓരോ കൂട്ടാൻ മാത്രം നോക്കും. ഇഞ്ചത് ചെറുതാണ്, ഓളത് വലുതാണെന്നൊക്കെ പറഞ്ഞ് കച്ചറോടും. അപ്പോൾ ഞാൻ കത്രിക വെച്ചിക്കാണ്ട് രണ്ടും ഒരേ മരിക്കാണ്ട് മുറിച്ചെടുത്തേക്കാണ്. നടുക്ക് സ്കൂളിൽ കൂട്ടാണ്ട്, എന്നാലും എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ മക്കൾക്ക്. അങ്ങനെ നമ്മൾ കൂട്ടാനൊക്കെ കൂട്ടാൻ പാത്രത്തിലാക്കിയിരിക്കണ്. ഇനി നമുക്ക് നമ്മളെ ഓരോ പണികളുണ്ടല്ലോ അത് നോക്കാം. അപ്പോൾ കുറച്ച് നമ്മൾ പച്ചക്കറി വന്നിനല്ലോ, അതിലുള്ള പയർ അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേന് നമ്മൾ ചോറ്റിന് വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചൂടായി വന്നിക്കണ്. നമുക്ക് അരിയിട്ട് കൊടുക്കാം. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേക്കണ്. പിന്നെ ഒരു തുള്ളി വെള്ളം മുക്കണുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് തിളക്കുമ്പോൾ ഒന്നായിട്ട് പുറത്തേക്കാണ് പോകും. അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം കൂടി മുക്കിയെടുത്തു. പിന്നെ മക്കൾക്ക് ഇതാക്കണേ, സ്കൂൾക്ക് കൊണ്ടാകാനുള്ള ബുക്കൊക്കെ ഒന്ന് ടൈം ടേബിൾ നോക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 8-10 ദിവസം അത് വേണ്ടില്ലേനി കേട്ടോ. ടൈം ടേബിൾ വെക്കണ്ടില്ലേനി, ചോറ്റും പാത്രവും വെള്ളപ്പാത്രവും കൂട്ടാൻ പാത്രവും ഒന്നും വെക്കണ്ടില്ലേനി. ഇനിയിപ്പോൾ അത് ഇങ്ങനെ തുടങ്ങണമല്ലോ. അങ്ങനെ ഓൽക്കില്ല പാത്രമൊക്കെ ഇട്ടുകൊടുത്തു, മിന്നുട്ടിക്കും വെച്ചുകൊടുത്തു. അങ്ങനെ ഓലതൊക്കെ റെഡിയാക്കി എടുത്തേക്കണം കേട്ടോ. അങ്ങനെ സനു വന്ന് കണ്ട് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഓന നോക്കണം സ്കൂൾക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഓന് സലാനൊക്കെ പറഞ്ഞ് ഓൻ ഇറങ്ങി. ഓൻ സ്കൂൾ ബസ്സിനാണ് പോലെ കേട്ടോ. പിന്നെ അതാക്കണേ ചോറൊക്കെ ഞാൻ ഒന്നുകൂടി വെന്തുക്കണോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ആകാണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടി ഇതാക്കിയാണ്. പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ചോറൊക്കെ വെന്തുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വാർത്ത് വെക്കണം. പിന്നെ നമ്മൾ പയർ അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നല്ല പച്ച പയറാണ് കേട്ടോ. പയറിന് നല്ല വിലക്കുറവുണ്ടായിന് കേട്ടോ നമ്മൾ വാങ്ങിയപ്പോൾ. ഇതിൻ്റെ ഇടയിൽ ഭയങ്കര വിലയേനി കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് വിലക്കുറവുണ്ട്. 50 ഒക്കെയാണ് കേട്ടോ. 1 കിലോന് 50 ഉറുപ്പ്യക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെപ്പാടെ വെച്ച് കണ്ട് ഇതാക്കണ്ടല്ലോ, കുറച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് തുള്ളി എടുത്ത് കണ്ട് ഞാൻ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. പച്ചപ്പയർ വെച്ചാൽ നല്ല രസമാണല്ലേ ഉപ്പേരി വെച്ചാൽ. അപ്പോൾ നമ്മൾ ഇതാക്കുന്നത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അങ്ങനെ ചെറുതാക്കി ഒന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കജ്ജോണ്ട് പൊട്ടിച്ചെടുത്തുകൊണ്ട് വെക്കണതാണ് കേട്ടോ രസം. പണ്ടുള്ളവർ പറയണതൊക്കെ അങ്ങനെ കത്തിയോട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. കൈയോട് ഇങ്ങനെ പൊട്ടിച്ചിക്കാണ്ട് വെക്കുമല്ലോ പയറ്. പണ്ടെല്ലാം നമ്മളമ്മമാരൊക്കെ അങ്ങനെയാണ് കാട്ടിനിയത്. ഇപ്പോഴല്ല, ഒക്കെ എളുപ്പപ്പണി നോക്കിക്കാണ്ട് എടുക്കലാണ്. അങ്ങനെ നമ്മൾ പയറൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ നമ്മളെ ചോറ് വെന്തിക്കണം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വാർത്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ വെള്ളം ഒന്ന് കണ്ട് ഊറ്റിട്ടോ. അപ്പോൾ ഇതാണ് എളുപ്പമെന്ന് തോന്നിയിട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ചോറ് വാർക്കൽ. ഇപ്പോൾ ഊറ്റലേ അല്ല കേട്ടോ. ഇപ്പോൾ ചോറ് അങ്ങോട്ട് വാർത്തൊക്കെ അപ്പോൾ എന്നാൽ പിന്നെ പണിയില്ലല്ലോ, ഇങ്ങനെ
കൊട്ടക്കയിൽ വെച്ച് അങ്ങനെ ഊറ്റിക്കണ്ടല്ലോ, അതിങ്ങനെ കൗത്തിയാണ് വെച്ചാലായിട്ട് വെള്ളമൊക്കെ പോവുകയും ചെയ്തു. നല്ല അടിപൊളി ചോറ് വയ്ക്കാനും. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് കാട്ടലാണ് കേട്ടോ. പിന്നെ ചോറിഞ്ഞ് അവിടെ വെള്ളമൊക്കെ വാർന്ന് വരട്ടെ. പിന്നെ നമുക്ക് ഉപ്പേരി വെക്കണം. അതിന് ഞാനിന്ന് തൂമിച്ച് കാണ്ടല്ല കേട്ടോ വെക്കണത്. ഇന്ന് നമ്മൾ പയറിങ്ങനെ വേവിച്ചിട്ട് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ തൂമിച്ചത്. അപ്പോൾ ഞാൻ പയറൊക്കെ ഇതാക്കണം, കേയി ചട്ടി കെട്ടിക്കണ്. ഇനി 2-3 പച്ചമുളകും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തക്കണ്. അപ്പോൾ ഇങ്ങനെ പയർ തൂമിച്ച് വെച്ചാൽ അതിൻ്റെ തൂമിച്ച ചോയൊക്കെ പോകുമല്ലോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിൻ്റെയൊക്കെ ആ തൂമിച്ച ചോയ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. പല മോഡലിലും വെക്കാമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ പയറൊക്കെ അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പോൾ തിരിച്ചൊക്കെ ഒന്ന് കെട്ടിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് നമുക്ക് ഊതി കത്തിച്ചണം. അപ്പോൾ നമ്മളിതാക്കണേ അടുപ്പൊക്കെ ഒന്ന് ഊതി കത്തിച്ചു. ഇനി പയറവിടെ വേകട്ടെ. അപ്പോഴത്തേന് നമുക്ക് നമ്മളെ വീതനയൊക്കെ തുടച്ചെടുക്കണം. അപ്പോഴത്തേന് പയർ വന്നിട്ടേ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇനിയും വെണ്ണൂറൊക്കെ പാറിയാണ്ട് പിന്നെയും അതേപോലെ തന്നെയാവും. അപ്പോൾ നമുക്ക് തിരിച്ച് പിന്നെയും കെട്ടുകൊണ്ട് തന്നെയാണ്. ഏതായാലും പിന്നെയും കത്തിച്ചിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ പയറൊക്കെ അടുപ്പത്തായി. അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഓക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ജലദോഷം പിടിച്ചിരിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു മാസ്ക് ഇട്ട് പോയിക്കോ സ്കൂളിൽ കയറണം. അപ്പോൾ അങ്ങനെ ഓൾ മാസ്ക് ഇട്ട് കണ്ട് ഓളും തന്നെ സലാനൊക്കെ പറഞ്ഞ് ഓളും പോയിട്ടോ. ഇനി നമുക്ക് നമ്മളെ പയറെന്തായി നോക്കാം. അങ്ങനെ മക്കളൊക്കെ പോയിക്കണേ. ഇനി തുള്ളി വെള്ളം വറ്റാണ്ടായി അതൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ തുള്ളി വെള്ളം കൂടി പാർന്നിട്ടില്ല കേട്ടോ നമ്മളെ പയറിൽ. ആ കേക്ക് എടുത്ത വെള്ളം തന്നെ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീതനയൊക്കെ തുടച്ചു. അങ്ങനെ വീതനയൊക്കെ തുടച്ച് അപ്പോൾ ഇതാക്കണേ പരിപ്പാട്ടെന്ന് ചാറക്കണത്. കുറേ ദിവസമായിട്ട് തന്നെയാണ് പരിപ്പ് ചാറച്ചിട്ട്. അങ്ങനെ നമ്മൾ ഒരു തുള്ളി പരിപ്പ് എടുത്തേക്കണം കേട്ടോ. നല്ലോണം ഒന്ന് കേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പും ചാറ് വെച്ച കാലം മറന്നിട്ടോ മക്കളെ. കുറേ ആയിക്കണം വെച്ചിട്ട്. ഇന്ന് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം പരിപ്പും ചാറ് വെച്ചിട്ട് കുറേ ആയിക്കണേ. പിന്നെ ഞാനേക്കൊരു കേങ്ങും പിന്നെ ഒരു തക്കാളിൻ്റെ മുറി ഉണ്ടായിനി അതും ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ ഒരു തക്കാളിയും കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ ഇടൂല, അതിൻ്റെ ഒരു മുറിയും കൂടി എടുക്കുള്ളൂ. ബാക്കി നമുക്കവിടെ വെക്കാം. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ അങ്ങനെ അരിഞ്ഞിട്ടേക്കണം കേട്ടോ. പരിപ്പും തക്കാളി നല്ല രസമാണല്ലേ വെച്ചാൽ. അപ്പോൾ ആ കേങ്ങ് അവിടെ എന്തിനും കൊടുത്തപ്പോൾ ഞാൻ അവിടെ ബാക്കിയാക്കി വെച്ചേനെ. അപ്പോൾ പിന്നെ അതും ഞാൻ അങ്ങനെ മൂലൊക്കെ കടന്ന് അങ്ങനെ നാശമാവും. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ ഇട്ട് കൊടുത്താണ്. പിന്നെ നമ്മൾ പരിപ്പും ചാറ്റക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഒരു തുള്ളി പെരിഞ്ചീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മളെ പരിപ്പും ചാറ്. അപ്പോൾ ഇന്ന് ചാറും ചോറൊക്കെ വെച്ചിട്ട് നമ്മളിന്നൊരു ബൈക്ക് പോകുന്നുണ്ട് കേട്ടോ. അത് എടുക്കാന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ നമ്മൾ ഗ്യാസുമ്പോൾ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അത് കടന്ന് വേകട്ടെ. പെട്ടെന്നുണ്ട് കേട്ടോ. ഈ പരിപ്പ് നല്ല എളുപ്പം പോകും. അങ്ങനത്തെ പരിപ്പാണിത്, കുഞ്ഞിപ്പരിപ്പ്. അപ്പോൾ കണ്ടല്ലേ നമ്മളെ പയറൊക്കെ നല്ല ഉസാറായിട്ട് വെന്തിക്കണേ. പിന്നെ വെള്ളമൊക്കെ വറ്റിക്കണേ. ഇനി നമുക്ക് ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ തൂമിച്ചണില്ല കേട്ടോ. പോയി വന്നിട്ടേ തൂമിച്ചണുള്ളൂ. അതേമാതിരി ചാറും തന്നെ പോയി വന്നിട്ടാണ് തൂമിച്ചണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി പോണ ഇടാൻ മറന്നീനി. അപ്പോൾ അതും തന്നെ ഒരു 2 വെളുത്തുള്ളിൻ്റെ പൊണിയും കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ മൂടി വെച്ചേക്കണം കേട്ടോ. അങ്ങനെ ഉപ്പേരിയായി ചാറുമായി. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കാണ് പോകണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് പോണേന്നല്ലേ, നമ്മളെ ചട്ടിയൊക്കെ നാശമായിക്കണമല്ലോ, മീൻ ചട്ടിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാങ്ങാൻ വിചാരിച്ചുകൊണ്ടാണ് നമ്മളീ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിരിക്കണേ. കഞ്ഞൊന്നും വേണ്ട, കുറച്ച് കഞ്ഞിൻ്റെ വെള്ളമാണ് വലിച്ചു കുടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു തുള്ളി പൗഡർ ഇട്ടിക്കണേ. പിന്നെ കുറേ മൈക്കപ്പൊന്നും നമ്മൾ ചെഞ്ചൂല. ഇതേമാതിരി ഒരു തുള്ളി പൗഡറാണ് കജ്ജി കട്ടിക്കാണ്ട് അത് മുഖത്ത് വെച്ചുകൊണ്ട് നമ്മളാണ് പോകും. അങ്ങനെ തന്നെ അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടക്കര മയൂരിയിൽ നല്ല ഓഫറും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി നോക്കിയതാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ചെന്നപ്പോഴത്തേന് ഓഫറൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പൂരം കഴിഞ്ഞിട്ട് വെടി ഒട്ടിച്ചേരണമാതിരി ഓണൊക്കെ കഴിഞ്ഞ് ഓഫറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഇടക്കരയൊക്കെ പോയി നമ്മൾ വന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പം നമ്മൾ തുടപ്പ് നാശമായിനി. അപ്പോൾ ഒരു തുടപ്പ് വാങ്ങി, അതിന് 100 റുപ്യ കേട്ടോ. പിന്നെ നമ്മൾ ഇതാക്കണേ ഒരു ചട്ടി, നമ്മളെ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട ചട്ടി, അതൊന്നും നാശമായിനിയല്ലോ, കജ്ജൊക്കെ പോയി ഓട്ടയേക്കണല്ലോ. അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങി. പിന്നെ ഇതാക്കണേ മീൻ പൊരിച്ചിട്ടുണ്ട് ചട്ടിയും കൂടി വാങ്ങിയിട്ടോ.
അപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ ഉണ്ടാവും നമ്മൾ ചട്ടീൻ്റെയൊക്കെ ചെയ്യൽ കാണുമ്പോൾ ഒന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ മാറ്റിയിരിക്കണം. അങ്ങനെ നമ്മൾ ഈ മീൻ പൊരിച്ചിൻ്റെ ചട്ടി നമുക്ക് 290 റുപ്യാണ് കേട്ടോ. മറ്റീന് 270 റുപ്യ, നമ്മളെ തുടപ്പിന് 100 റുപ്യ. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടന്ന് പിന്നെ നമ്മളിഞ്ഞ് ചാറ് തോമിച്ചണം, പയറ് തോമിച്ചണം. പിന്നെ നമ്മളവിടെ പോയി വന്നിട്ടാണ് കേട്ടോ ചാറും പയറൊക്കെ തോമിച്ചിടുന്നത്. അപ്പോൾ രണ്ടുക്കും പാടെ ഒപ്പാണ് കേട്ടോ തോമിച്ചിടുന്നത്. ആദ്യം പയറൊക്കെയാണ് മുക്കിയെടുത്തുക്കണം, പിന്നെ നമ്മൾ ചാറ്റിക്കാണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാറ്റിക്ക് എടുക്കുമ്പോഴത്തേനും തുള്ളി മുളകും പൊടിയും കൂടി ഇടണം, എന്നെങ്കിൽ എച്ച് തിരുപ്പതിയാവുള്ളൂ കേട്ടോ. അതെന്താ വെച്ചാൽ എരിവ് കുറവുണ്ടെങ്കിൽ അതിനും പറ്റും. പിന്നെ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ മേലോടെ അങ്ങനെ പാകിക്കുമല്ലോ, അതിനും വേണ്ടിയാണ് നമ്മൾ തുള്ളി ഇങ്ങനെ മുളകും പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ചാറ് നല്ല കുറുന്നനെയാണ്. അപ്പോൾ ഒരു തുള്ളി വെള്ളം പറഞ്ഞുകൊണ്ട് നമ്മളതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചാണെങ്കിൽ പറ്റ ഇങ്ങോട്ട് അപ്പം പോലെ വെക്കണത് ഇച്ച് വലിയ തീർപ്പതില്ല. ഇത് ചോറ്റക്കാണ് പറന്നാൽ 4 വൈക്കണ്ട് ഒഴിച്ചണം, എന്നെങ്കിലേ ഇഷ്ടമുള്ളൂ. ഏതായാലും നല്ലോണം ഒന്നും വെള്ളമാക്കിയിട്ടില്ല, എന്നാൽ പറ്റയുടെ കുറുന്നനെയല്ല എന്ന നിലയ്ക്ക് നമ്മൾ ചാറൊക്കെ ഇതാക്കണം, റെഡിയാക്കി എടുത്തുക്കണം. അപ്പം അങ്ങനെ ചാറായി, ഉപ്പേരിയായി, പിന്നെ ഒന്ന് ഇളക്കി എടുത്തുക്കണം കേട്ടോ. ഇങ്ങനെ പയർ വെച്ചാൽ നല്ല രസമായിട്ട്. അപ്പോൾ അതിൻ്റെ ചോയും പുളിയൊക്കെ ഉണ്ടാവും നമ്മളെ പയറിന്, അല്ലെങ്കിൽ അതിൻ്റെ മണവും ഇതൊക്കെ പോകൂലേ, പിന്നെ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ ഇതാകുകയല്ലേ. പിന്നെ നമ്മൾ ഏതായാലും ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പിയപ്പോൾ ഉണ്ടല്ലോ, ചോറ് നല്ല കട്ടയാണ്. അപ്പോൾ എന്നും ഞാൻ എന്താ കാട്ടില്ലെന്നറിയോ, ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കും കേട്ടോ നമ്മളെ ചട്ടകം കൊണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ ചോറ് വെച്ചാൽ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ മീനൊക്കെ നമ്മൾ പൊരിച്ച മീൻ തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അടുത്തഞ്ഞ് വൈകുന്നേരം നമുക്ക് പൊരിച്ചാൽ എഴുതിക്കാണ്ട് അങ്ങനെ മീനും 2 മീനും കൂട്ടി. പിന്നെ ഇപ്പോൾ കുറേ മീനല്ലല്ലോ പള്ളർച്ചുന്നുണ്ട്, ചോറല്ലേ. അപ്പോൾ 2 തന്നെ എമ്പാടുമാണ്. പിന്നെ നമ്മൾ ഇതാക്കണം പരിപ്പും ചാറും പാർന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായാലല്ലോ, അതുകൊണ്ട് തന്നെ ചാറ് പാർന്നിട്ടാണ് തികയല്ല. അങ്ങനെ നമ്മൾ ചാറ് പാർന്നു, പിന്നെ പയർ ഉപ്പേരി ഇട്ടു. അങ്ങനെ ഇതാക്കണം കേട്ടോ. നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ചങ്ങാഴ്ചയാക്കും. അതേമാതിരി നമ്മളെ കുടുംബക്കാർക്കൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അപ്പോൾ അതിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നിർത്തിയാലോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ലാഹ് നാളെ വരണ്ട്. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും. പിന്നെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളാ നോൺ സ്റ്റിക്ക് ചട്ടി ഉണ്ടല്ലോ, കുറേ കാലം വീണ്ടും നിൽക്കാൻ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് കടക്കാരൻ പറഞ്ഞു. ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടണ്ട്.